ഹലോ ഫ്രണ്ട്സ്, സാംസങ് നമുക്ക് സർപ്രൈസ് തന്നിരിക്കുന്നു. സാംസങ് എൻ്റെ S22 അൾട്രയുടെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നു. അതായത് ഏകദേശം 3 വർഷം കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തിട്ട്. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേയിൽ ലൈൻ വന്നത് ഏകദേശം 3 വർഷത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ അവർക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ അപ്ഡേറ്റ് സാംസങ് കസ്റ്റമർ കെയർ ഇന്ത്യ അതിലേക്ക് ഞാൻ മെയിൽ അയച്ചുകൊണ്ടിരുന്നു. ഓരോ ലൈൻ വരുമ്പോഴും ഞാൻ മെയിൽ അയച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്നപ്പോൾ 3 വർഷം കഴിഞ്ഞിരുന്നു ഫോണ്. പക്ഷേ അവർ നമുക്കത് പ്രോപ്പറായിട്ട് അത് ചേഞ്ച് ചെയ്ത് തന്നു. എനിക്ക് ആകെ വന്ന ചിലവ് 412 രൂപയാണ്. ബാക്കി 15,400 സംതിങ് ആണ്. സർവീസ് ചാർജ് മാത്രമാണ് ഞാൻ നൽകിയത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മൾ കാര്യം ജെനുവിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് വീഴാതെയോ അങ്ങനെ വീണ് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവർ മാറ്റിത്തരില്ല, അതിന് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വന്ന മിസ്റ്റേക്ക് വരാത്ത ഫോണാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള അത് അപ്ഡേഷനിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റിത്തരും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സാംസങ് സർവീസ് സെൻറ്ററിലും പിന്നെ അവരെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക. മെയിൽ അയച്ചുകൊണ്ട് അവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മറുപടി കിട്ടുന്നതാണ്. അതായത് ഞാൻ ആദ്യം വിചാരിച്ച് എനിക്ക് ചെയ്തു തരില്ല എന്നാണ്. ഞാൻ അവിടുന്ന് ഓരോ ദിവസവും ഞാനിത് ലൈൻ വരുമ്പോൾ അവർക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല റെസ്പോൺസാണ് അവർ. അപ്പം തന്നെ എനിക്ക് ജസ്റ്റ് 1 hour 2 hours എനിക്ക് റിപ്ലൈ വന്നുകൊണ്ടിരുന്നു. ഞാൻ വിദേശത്തായിരുന്നു. വന്നിട്ടാണ് ഞാനിവിടെ തിരൂർ സാംസങ് സർവീസ് സെൻറ്ററിൽ പോയത്. അപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമുക്ക് ഡൽഹിയിലേക്ക് അയച്ച് ഒരു 4 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം തിരിച്ചു കിട്ടി. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് പുതിയ വെർഷൻ ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സാംസങ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്പ്ലേ അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ ലൈൻ ഇഷ്യൂ എന്നുള്ളത് S22 S23 വരെ ഉണ്ട് തോന്നുന്നുണ്ട്. അതിന് S24 ഇല്ലാതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് S24 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ വിഷയങ്ങളില്ല തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ അതേപോലെ ഇത് സാംസങ്ങിൻ്റെ അപ്ഡേഷന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കവർ പറഞ്ഞു തന്നാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ലൈൻ വരില്ല എന്നാണ് പറഞ്ഞത്. ചാർജ് 50 above വേണം. പിന്നെ അതേപോലെ വൈഫൈയിൽ മാത്രമായിരിക്കണം നമ്മൾ അപ്ഡേഷൻ നടത്തേണ്ടത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഫോണ് ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കരുത്. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചാർജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലൈൻ വരും എന്നാണ് അവരെ ഒരു കാരണങ്ങൾ പറയണത്. അപ്പോൾ നമ്മളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫോണ് നല്ല രീതിയിൽ നമുക്ക് 3 years ആയിട്ട് എനിക്ക് വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഡിസ്പ്ലേ മാത്രമാണ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ലൈൻ വന്നത്. ബാറ്ററി ഇഷ്യൂ അങ്ങനെ ഒന്നുമില്ല. വേറെ ഒരു ലാഗോ കാര്യമൊന്നുമില്ല. അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ് സാംസങ്. അതായത് ഫോട്ടോ ക്ലാരിറ്റി എനിക്ക് തോന്നുന്നു 24-നേക്കാളും ക്ലാരിറ്റി 22-നാണെന്ന്. അത്രയും ക്ലാരിറ്റി ഉണ്ട് ഫോണിന്. പിന്നെ അതേപോലെ നമ്മൾ സാംസങ് ഞാൻ പൊതുവേ ഇപ്പോൾ Note 2 അതേപോലെ Note 5 S22 അൾട്ര S24 അൾട്ര ഇത് മുഴുവൻ ഇപ്പോൾ ഇതൊക്കെ സാംസങ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം പ്ലീസ്. താങ്ക് യു.